പ്രിയരെ, ഇന്ന് നമുക്ക് ആധുനിക നാണയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ ഞാൻ 2 എപ്പിസോഡായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് നീളത്തിൽ എപ്പിസോഡ് കൊണ്ടുപോകണ്ട എന്ന് കരുതിയാണ് 2 ഘട്ടത്തിലായി ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് മോഡേൺ കറൻസി? നമ്മൾ ഇന്ന് കാണുന്ന ഒരു സൗഭാഗ്യങ്ങളും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. നാണയത്തിൻ്റെ കഥയും വിഭിന്നമല്ല. മോഡേൺ കറൻസിയുടെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻസ് ഇതാണ്: കറൻസി ഈസ് ദി കോമൺ സ്റ്റോക്ക്, കറൻസി ഈസ് ദ ലീഗൽ ടെൻഡർ, കറൻസി ഈസ് ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, കറൻസി ഈസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. കറൻസി ഈസ് ദ കോമൺ സ്റ്റോക്ക്. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവരിൽ നിന്ന് ഫീസ് ലഭിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ശമ്പളം ലഭിക്കുന്നു. അത് രൂപയിലാണ് ലഭിക്കുന്നത്. ഞാൻ അതുകൊണ്ട് എൻ്റെ അരിയും ഗോതമ്പും എണ്ണയും ഭക്ഷ്യസാധനങ്ങളും വസ്ത്രവുമെല്ലാം വാങ്ങിക്കുന്നു. വസ്ത്രവ്യാപാരി വസ്ത്രം വിറ്റ് രൂപ ഉണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നമ്മൾ നടത്തുന്ന കച്ചവടത്തിലൂടെയോ ജോലിയിലൂടെ സമ്പാദിക്കുന്നത് രൂപയിലാണ്. ആ രൂപ ഉപയോഗിച്ചാണ് നമ്മളുടെ മറ്റാവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നത്. അതുകൊണ്ടാണ് കറൻസി ഒരു കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നത്. കറൻസി ഈസ് ദ ലീഗൽ ടെൻഡർ. ഇന്ത്യയിലുള്ള എല്ലാ കടങ്ങളും, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ കടം വാങ്ങിക്കുന്നു, 10% പലിശ. ഒരു കൊല്ലം കഴിയുമ്പോൾ ഞാൻ 1,10,000 രൂപ തന്ന് കടം അവസാനിപ്പിക്കാൻ വരുമ്പോൾ പറ്റില്ല, എനിക്ക് ഡോളറിൽ തരണമെന്ന് ഇന്ത്യയിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യയിൽ രൂപയാണ് ലീഗൽ ടെൻഡർ. കറൻസി ഈസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നമ്മൾ രൂപയിലാണ്, നമ്മുടെ നാണയത്തിലാണ്, നമ്മുടെ കറൻസിയിലാണ് ചെയ്യുന്നത്. കറൻസി ഈസ് എ ലീഗൽ ടെൻഡർ. കറൻസി ഈസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിന്ന് ജോലി ചെയ്യുന്നു, എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടി. ഈ 1000 രൂപ ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണമെന്നില്ല. എനിക്ക് ഇതിൽ 200 രൂപയ്ക്ക് ഞാൻ ഇന്ന് സാധനങ്ങൾ വാങ്ങിച്ചു, ബാക്കി 800 രൂപ നാളത്തേക്ക് ഞാൻ സ്റ്റോർ ചെയ്യുന്നു. വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. സോ കറൻസി ഈസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. ഇനി കറൻസിയുടെ എടുത്തു മാറ്റാനാകാത്ത, അടർത്തി മാറ്റാനാകാത്ത സ്വഭാവവിശേഷങ്ങൾ എന്ത് എന്ന് നമുക്ക് നോക്കാം. കറൻസി പ്രധാനമായിട്ടും അവയുടെ അടർത്തി മാറ്റാനാവാത്ത സ്വഭാവവിശേഷങ്ങൾ ഇതൊക്കെയാണ്: അക്സെപ്റ്റബിലിറ്റി, പോർട്ടബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഡിവിസിബിലിറ്റി. ഇന്ത്യൻ രൂപ ഇന്ത്യയിൽ കറൻസി ആകുന്നത് നമ്മളെല്ലാം അതിനെ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ഇന്ത്യൻ രൂപ പാകിസ്ഥാനിലോ ചൈനയിലോ കറൻസിയായിട്ട് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അവിടുത്തെ കറൻസി അല്ല. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വാളിറ്റി ഓഫ് ദ കറൻസി ഈസ് ഇറ്റ്സ് അക്സെപ്റ്റബിലിറ്റി. കറൻസിയുടെ അംഗീകാരം, അതാണ് കറൻസിയുടെ ഒന്നാമത്തെ സവിശേഷത. 2, കറൻസി പോർട്ടബിൾ ആയിരിക്കണം. 1 രൂപയുടെ കറൻസിയുടെ ഇരട്ടി വലുപ്പത്തിൽ 2 രൂപയുടെ കറൻസി അടിച്ചു, അതിൻ്റെ 2.5 ഇരട്ടി വലുപ്പത്തിൽ 5 രൂപയുടെ കറൻസി അടിച്ചു, അതിൻ്റെ ഇരട്ടി വലുപ്പത്തിൽ 10 രൂപയുടെ കറൻസി അടിച്ചു. അങ്ങനെ 2000 രൂപ ഡബിൾ ഡമ്മി സൈസിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഉപഭോഗം നടത്താൻ എളുപ്പമാവില്ല. അതുകൊണ്ട് എല്ലാ കറൻസികളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ കറൻസികളും നമ്മളുടെ പേഴ്സിൽ, നമ്മളുടെ വാളറ്റിൽ വെക്കാവുന്ന രീതിയിൽ അത്രയും സൈസിലാണ് അടിക്കുന്നത്. കറൻസി മസ്റ്റ് ബി പോർട്ടബിൾ. അതാണ് കറൻസിയുടെ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്, കറൻസിയുടെ പോർട്ടബിലിറ്റി. ഇനി കറൻസി മസ്റ്റ് ബി ഡ്യൂറബിൾ. നമുക്ക് വെജിറ്റബിളോ മീറ്റോ ഒന്നും കറൻസി ആകാൻ പറ്റില്ല. ന്യൂസ് പ്രിൻറ്റിലുമല്ല കറൻസി അടിക്കുന്നത്. നമുക്കറിയാം, നമ്മളുടെ ദൈനംദിന പത്രങ്ങൾ അത് വളരെ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള പത്രത്തിലാണ് അടിക്കുന്നത്. അതൊരു ദിവസം പുറത്ത് കിടന്നാൽ വെയിലടിച്ച് ചുക്കിച്ചുളിഞ്ഞു പോകും. അപ്പോൾ അതിന് ഒരു ദിവസത്തെ ലൈഫ് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ ദിവസങ്ങളിലെ ലൈഫ് മാത്രമേ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാൽ രൂപ അങ്ങനെയല്ല. കറൻസി അടിക്കുന്നത് നല്ല ക്വാളിറ്റി പേപ്പറിലാണ് അടിക്കുന്നത്. കറൻസി മസ്റ്റ് ബി ഡ്യൂറബിൾ. കറൻസി മസ്റ്റ് ബി ഡിവിസിബിൾ. 2000 രൂപയുടെ നോട്ട് മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശഠിച്ചാൽ നമുക്ക് സേഫ്റ്റി പിൻ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ കറൻസി ഡിവിസിബിലിറ്റി ഉണ്ടാവണം. സോ അക്സെപ്റ്റബിലിറ്റി, പോർട്ടബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഡിവിസിബിലിറ്റി.
ഇനി നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. നമ്മൾ കേവ് മെൻ ആയിരുന്നു. നമ്മളുടെ ആധുനിക മനുഷ്യന് മുമ്പേ നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് അവരെല്ലാം ഗുഹവാസിയായിരുന്നു. നമ്മൾ പരസ്പരം കടിച്ചു കീറുന്ന മൃഗതുല്യരായ ജീവിതം നയിച്ചവരാണ്. അപ്പോൾ നമുക്ക് കറൻസിയുടെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഏതോ ഒരവസരത്തിൽ മനുഷ്യൻ സമൂഹത്തിലേക്ക് കടന്നു. അതൊരു പക്ഷേ ഒറ്റയ്ക്ക് വേട്ടയാടാൻ ബുദ്ധിമുട്ട് ഉണ്ടായ മനുഷ്യൻ കൂട്ടത്തിൽ വേട്ടയാടിയപ്പോൾ, കൂട്ടമായി വേട്ടയാടിയപ്പോൾ അവർക്ക് ഇരകളെ കിട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു പരസ്പരം ഒരു സഹായം ആയിട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ആ അവസരത്തിലായിരിക്കണം മനുഷ്യൻ സമൂഹത്തിലേക്ക് കടന്നത്. സമൂഹത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു പ്രീ കണ്ടീഷനാണ് ഗിവ് ആൻഡ് ടേക്ക്, കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ മനുഷ്യന് കൊടുക്കൽ വാങ്ങൽ ആവശ്യമായി വന്നത് അവൻ സമൂഹത്തിലേക്ക് കടന്നപ്പോഴായിരിക്കണം. അങ്ങനെ കൊടുക്കൽ വാങ്ങൽ വേണ്ടി വരുമ്പോഴാണ് നമുക്ക് വിനിമയം നടത്താനുള്ള, മൂല്യം കൈമാറാനുള്ള ഒരാവശ്യം ഉണ്ടാകുന്നത്. ആദ്യത്തെ കൈമാറ്റ രീതി ബാർട്ടറിങ്, ഫിസിക്കൽ കൈമാറ്റം തന്നെയായിരുന്നു. ബാർട്ടറിങ് വളരെ എളുപ്പമുള്ള ലഘുതരമായ ഒരു കാര്യമായിട്ട് തോന്നിയേക്കാം. പക്ഷേ ബാർട്ടറിങ് വളരെ വിഷമം പിടിച്ച കോംപ്ലിക്കേറ്റഡ് ആയൊരു സംവിധാനമാണ്. ഉദാഹരണത്തിന് ഒരു ആടിൻ്റെ കാര്യമെടുക്കുക. ജീവനുള്ള ആടിന് ഒരു വില, ആടിനെ മുറിച്ച് മാംസമാക്കിയാൽ അതിന് മറ്റൊരു വില. മാത്രമല്ല ഏതളവിൽ കൊടുക്കും എന്ന് നമുക്കറിയില്ല. ബാർട്ടറിങ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ വ്യാപാരവും ട്രേഡും ഒന്നും ഇങ്ങനെ വികസിക്കില്ലായിരുന്നു. മനുഷ്യൻ വികസിച്ചതിനോടൊപ്പം വികസിച്ച മറ്റൊരു കാര്യമാണ് കറൻസികളും. അല്ലെങ്കിൽ കറൻസി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന് ഈ വികസനമൊന്നും സാധ്യമാകില്ലായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ബാർട്ടറിങ്ങിലായിരുന്നിരിക്കണം. ബാർട്ടറിങ് കഴിഞ്ഞപ്പോൾ ബാർട്ടറിങ്ങിൻ്റെ വിഷമം മനസ്സിലാക്കിയപ്പോഴാണ് മനുഷ്യൻ കോമൺ സ്റ്റോക്ക് എന്നതിലേക്ക് വന്നത്. ആദ്യത്തെ കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓയിൽ ഓഫ് എ ലൈഫ്, ഷീപ്പ്, ആട് ഒക്കെ ആയിരുന്നു, കാറ്റിൽ, ഇതൊക്കെയായിരുന്നു ആദ്യത്തെ കോമൺ സ്റ്റോക്ക്. നമുക്ക് ഒരു ബിബ്ലിക്കൽ സേയിങ് തന്നെയുണ്ട്, നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, സാബത്ത് ഈസ് ഫോർ മാൻ ആൻഡ് മാൻ നോട്ട് ഫോർ സാബത്ത് എന്നൊരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. അന്ന് നിൻ്റെ പ്രിയ കുഞ്ഞാട് കിണറ്റിൽ പോയാൽ നീ എന്തു ചെയ്യും, നീ അതിനെ എടുക്കില്ലേ എന്ന് കർത്താവ് ചോദിച്ചത് ആട് മൂല്യമുള്ള ഒരു ജീവിയായി സമൂഹം കണക്കാക്കിയിട്ടാണ്. അപ്പോൾ മൂല്യം കണക്കാക്കുന്നത് ആദ്യമായി മനുഷ്യൻ കോമൺ സ്റ്റോക്ക് മൂല്യം കണക്കാക്കിയത് ആടിനെ കൊണ്ടും, ആടിലും അല്ലെങ്കിൽ ഓയിൽ ഓഫ് എ ലൈവിലും ഒക്കെ ആയിരുന്നു. എന്നാൽ വീണ്ടും ലോകവ്യാപാരം, സമൂഹങ്ങൾ തമ്മിലുള്ള, കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വ്യാപാരം കൂടി വന്നപ്പോൾ ഇതൊക്കെ അപ്രായോഗികമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ കോയിനുകളിലേക്ക് വന്നത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് പറയട്ടെ. എന്താണ് ഈ ഇക്കണോമിക്സ്? ഇക്കണോമിക്സിനെ നമുക്ക് ഒരു വളരെ നാരോ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് എങ്കിൽ കൂടെ പറയാം. ഇറ്റ്സ് ദി സ്റ്റഡി ഓഫ് സ്കാസിറ്റി. ദൗർലഭ്യമായ കാര്യങ്ങളുടെ പഠനമാണ് ഇക്കണോമിക്സ്. നമ്മളൊരു കുപ്പി കുടിവെള്ളത്തിന് നമ്മൾ 20 രൂപ കൊടുക്കും. എന്നാൽ ഈ കുപ്പിയിൽ നമ്മൾ തോട്ടിലെ അഴുക്കുചാലിലെ വെള്ളമാണ് നിറയ്ക്കുന്നതിൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം അതിന് ഇക്കണോമിക്സ് ഇല്ല. എന്നാൽ കുടിവെള്ളം സ്കേഴ്സാണ്, അതിന് ഇക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ സ്കേഴ്സിറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സ് നമുക്ക് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ഒരു കറൻസി പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് സ്കേഴ്സ് ആയിരിക്കണം. വളരെ സുലഭമായി കിട്ടുന്നൊരു കാര്യത്തെ കറൻസി ആക്കുകയാണെങ്കിൽ അതിന് വിലയുണ്ടാവില്ല. അപ്പോൾ വളരെ സുലഭമായി കിട്ടാത്ത ഒരു കാര്യമായിരിക്കണം. ഒരു സമയത്ത് നാണയങ്ങൾ, ഇരുമ്പ്, ചെമ്പ് നാണയങ്ങളൊക്കെ വളരെ സ്കേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ കറൻസി ആക്കിയത്. എന്നാലും ആലോചിച്ച് നോക്കൂ, ഇരുമ്പാണ് കറൻസി എന്നിരിക്കട്ടെ. ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി, ഒരിടത്ത് കുഴിച്ചു നോക്കിയപ്പോൾ ഹ്യൂജായിട്ട് ചെമ്പ് അല്ലെങ്കിൽ ഇരുമ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ സ്കേസിറ്റി ഇല്ലാതായി. അത് ധാരാളമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മൂല്യശോഷണം സംഭവിക്കും. അതുപോലെ തന്നെ കിട്ടാനേ ഇല്ലെങ്കിലോ അപ്പോഴും ട്രേഡ് നടക്കില്ല. അപ്പോൾ ഇരുമ്പ്, ചെമ്പ് ഒക്കെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നാണയമായി കറൻസിയായിട്ട് ഉപയോഗിച്ചുവെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യൻ അതിൽ നിന്ന് മാറി. അതിൻ്റെ കാരണം എന്താണ്? ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി കൊണ്ട് വലിയൊരളവിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യമില്ലാതാകുമെന്ന് തിരിച്ചറിവ്. 2, വ്യാപാരം
എന്നത് സമൂഹങ്ങൾ പരസ്പരം നടത്തുന്ന വ്യാപാരം വളരെ അധികമായി വന്നപ്പോൾ ഇതിൻ്റെ തീർത്തും ദൗർലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് നടക്കാതെ വരും. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ അതിൽ നിന്നും മാറി നമ്മൾ പേപ്പർ കറൻസിയിലേക്ക് വന്നത്. അപ്പോൾ ഒരു സംശയം, പേപ്പർ എന്ന് പറയുന്ന കാര്യം അത്ര സ്കേഴ്സായ കാര്യമല്ലല്ലോ. നമുക്ക് ചുറ്റും തന്നെ ഇപ്പോൾ ധാരാളം പേപ്പറുകളുണ്ടാകാം, പേപ്പറുകളുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് പേപ്പർ കറൻസികളുടെ സ്കേഴ്സിറ്റി ഉറപ്പുവരുന്നത്? ത്രൂ ലോ, നിയമം വഴി. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മാത്രമേ കറൻസി പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. നിങ്ങളോ ഞാനോ അത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്തായി പോവും. അപ്പോൾ പേപ്പർ കറൻസികളുടെ സ്കേഴ്സിറ്റി ഉറപ്പുവരുന്നത് നിയമം കൊണ്ടാണ്. അപ്പോൾ രാജ്യത്ത് ഇഷ്ടംപോലെ നോട്ടങ്ങ് പ്രിൻ്റ് ചെയ്ത് മിൻറ്റിൽ പ്രിൻ്റ് ചെയ്തിറക്കുകയാണെങ്കിൽ അതിന് വിലയില്ലാതായി പോകും. അപ്പോൾ ഗവൺമെൻറ്റുകൾ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് സ്വർണത്തിൻ്റെയും മറ്റ് പ്രഷ്യസ് മെറ്റൽസിനും എഗൻസ്റ്റായിട്ടാണ് കറൻസികൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതൊന്നും സാധ്യമല്ലാതാവുകയും നമ്മൾ ഉടനെ എന്ത് ചെയ്തു? നമ്മൾ ഫിയറ്റ് കറൻസികൾ, ഫിയറ്റ് മീൻസ് ബൈ ഓർഡർ, ഗവൺമെൻറ് ഓർഡർ നോട്ടുകൾ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴത്തെ കറൻസികളെല്ലാം ഫിയറ്റ് കറൻസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഫിയറ്റ് കറൻസികളും ഗവൺമെൻറ് തോന്നിയ പോലൊന്നും പ്രിൻ്റ് ചെയ്തിറക്കാൻ പറ്റില്ല. ഗവൺമെൻറ് മാത്രമാണ് ലോകത്തെ ടാക്സേഷൻ കപ്പാസിറ്റി ഉള്ള ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഗവൺമെൻറ്റിന് ടാക്സ് വഴി ഉണ്ടാകുമെന്നറിയാം. അതിന് എഗൻസ്റ്റായിട്ടാണ് ഗവൺമെൻറ് ബോണ്ടുകൾ ഇറക്കി, ബോണ്ടുകൾക്ക് എഗൻസ്റ്റായിട്ടാണ് ഗവൺമെൻറ് നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റിയാണ്, നമ്മൾ ഇലക്ട് ചെയ്ത ഗവൺമെൻറ്റിൻ്റെ ഉറപ്പാണ് നമ്മളുടെ കറൻസിയുടെ മൂല്യം എന്ന് പറയേണ്ടി വരും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നമ്മളുടെ കറൻസിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ് ₹500 ഓൺലി. ഇതാരാണ് ഒപ്പിടുന്നത്? ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ് നമുക്ക് മൂല്യം പ്രോമിസ് ചെയ്യുന്നു. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എന്ന് പറഞ്ഞാൽ നോട്ടിൽ ആരുടെയും പേരില്ല, അതൊരു ബെയർ ഇൻസ്ട്രുമെൻ്റാണ്. ആരുടെ കയ്യിലിരിക്കുന്നോ അയാൾക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ മൂല്യം വാഗ്ദാനം ചെയ്യുന്നത്. കറൻസിക്ക് ധാരാളം പരിമിതികളുണ്ട്. കാരണം നമ്മളുടെ എൻ്റെ സേഫ്റ്റി തന്നെയാണ്. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് എൻ്റെ കറൻസി. എനിക്കൊരു അപകടം വരുത്തി നിങ്ങളെടുത്തുകൊണ്ട് പോകണമെങ്കിൽ അത് നിങ്ങളുടേതായി മൂല്യം. അപ്പോൾ സേഫ്റ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കറൻസിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അതിൻ്റെ മൂല്യശോഷണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറയുന്നു ഇൻഫ്ലേഷൻ, വിലക്കയറ്റം 4%. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഇരിക്കുന്ന 100 രൂപയുടെ മൂല്യം ഒരു കൊല്ലം കഴിയുമ്പോൾ 96 രൂപയായി കുറയുന്നു. അപ്പോൾ മൂല്യശോഷണം കറൻസിയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. ഒരു വലിയ ജിയോഗ്രാഫിക്കൽ സ്പേസിൽ ട്രേഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലത്തെ ഒരു മാരുതി ഡീലറാണെന്നിരിക്കട്ടെ. എനിക്ക് ഈ ആഴ്ചയിൽ ഒരു 100 കാറിൻ്റെ വിൽപ്പന ഓർഡർ കിട്ടി. അവരെല്ലാം പണം കൊണ്ട് അടച്ചു എന്നിരിക്കട്ടെ. ഈ പണവുമായിട്ട് എനിക്ക് ഡൽഹിയിൽ മാരുതി ഓഫീസിൽ പോയി പണം അടച്ചാൽ മാത്രമേ കാറ് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റ് ഉപാധികളൊന്നുമില്ല, ബാങ്ക് ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള ഉപാധികളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഫിസിക്കലി ഈ ക്യാഷുമായിട്ട് പോകേണ്ടി വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപകടം നിറഞ്ഞ കാര്യവുമാണ്. അപ്പോൾ കറൻസികൾക്ക് പരിമിതിയുണ്ട് എന്നും മനസ്സിലാക്കുക. പിന്നെ ഇനെഫിഷ്യൻസി. കറൻസി നമ്മൾ എണ്ണി നിങ്ങൾ എനിക്ക് തരുമ്പോൾ ഞാൻ എണ്ണും, എനിക്ക് തരുന്നതിന് മുമ്പേ നിങ്ങൾ എണ്ണും, ഞാൻ ബാങ്കിൽ കൊണ്ട് പണമടയ്ക്കുമ്പോൾ ബാങ്ക് എണ്ണും. അപ്പോൾ ഇത് ഇനെഫിഷ്യൻസിയാണ്, സമയനഷ്ടമാണ്. അപ്പോൾ ഇതിനെല്ലാം സമൂഹം വളരുന്നതനുസരിച്ച് സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കറൻസിക്ക് ഇനി എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. തീർച്ചയായും എൻ്റെ വീഡിയോ തുടർന്നും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ വിഷയങ്ങൾ പരമാവധി ലഘുതരമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാമെന്ന പ്രതീക്ഷയോടെ, നിങ്ങളത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.